ഹലോ, ഡൽഹി ഇൻ എ ഡേ കണ്ടാലോ? ഡൽഹി ഞങ്ങൾക്ക് ജസ്റ്റ് 1 ഡേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ മാത്രം ചൂസ് ചെയ്തിട്ട് അവിടെ മാത്രമേ കാണുന്നുള്ളൂ. ഓൺ ദ വേയിൽ തന്നെ ബിർള മന്ദിർ കണ്ടിട്ട് ഞങ്ങൾ നേരെ റെഡ് ഫോർട്ടിലേക്കാണ് പോയത്. റെഡ് ഫോർട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ 500 റുപ്പീസിന്റെ നോട്ടിന്റെ ബാക്ക് സൈഡിലുള്ള ആ ഒരു ഇമേജ് ആണ്. പക്ഷെ ഇപ്പം അതൊന്നുമല്ല. നമ്മുടെ ലാസ്റ്റ് മന്ത് ഉണ്ടായ ചാന്ദിനി ചൗക്ക് ഡൽഹി ബ്ലാസ്റ്റ് ഇൻസിഡന്റ് ആണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്. ഞങ്ങൾ ഡിസംബർ 16th ആണ് ഡൽഹി എത്തിയത്. ശരിക്കും ആ ഒരു ഇൻസിഡന്റിന് ശേഷം നോർമൽ ആയത് 2 ഡേയ്സ് ബിഫോറേ ആണ്. പിന്നെ പോയത് രാജ്ഘട്ട്. രാജ്ഘട്ട് എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി സമാധി. ഇതൊരു നല്ല വാസ്റ്റ് ഏരിയ, നല്ല ഗാർഡൻ ഒക്കെ ആയിട്ട് നല്ല കാമായിട്ടുള്ള ഒരു പ്ലേസ് ആയിരുന്നു. ഗാന്ധിജി മരിക്കുമ്പോൾ ലാസ്റ്റ് ആയിട്ട് പറഞ്ഞ ഹേറാം എന്നുള്ള വേർഡ് ഈ ബ്ലാക്ക് മാർബിളിൽ മെമ്മോറിയലിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഫുൾ ടൈം ഡിവോഷണൽ സോങ്സ് അവിടെ പ്ലേ ചെയ്യണം. പിന്നെ അതുപോലെ ഗാന്ധിയുടെ കുറേ വേർഡ്സ് ഒക്കെ ഓൺ ദ വേയിൽ തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ശരിക്കും ഇതൊരു 5.1 ഏക്കേഴ്സ് ഓഫ് ലാൻഡ് നല്ല കാം ആയിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സ്ക്വയർ നമ്മൾ ഫുള്ള് നടന്ന് കാണാനും. നെക്സ്റ്റ് പോയത് ഇന്ത്യ ഗേറ്റ്. ഇന്ത്യ ഗേറ്റ് പാർക്കിങ്ങിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കുറേ ഫുഡ് സ്റ്റോൾസ് ഉണ്ട്. ഇന്ത്യ ഗേറ്റ്, രാഷ്ട്രപതി ഭവൻ, പാർലമെന്റ് ഒക്കെ നമ്മളൊരു 2 കിലോമീറ്റർ സറൗണ്ടിങ്ങിൽ തന്നെയാണ്. പിന്നെ അടുത്ത് നിന്ന് കാണണമെങ്കിൽ ചെക്കിംഗ് പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ സബ്വേ കൂടെ ക്രോസ് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. വേൾഡ് വാർ 1 മരിച്ചു പോയ ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയുടെ ഒരു മെമ്മോറിയലാണ് ഈ ഇന്ത്യ ഗേറ്റ്. നെക്സ്റ്റ് പോയത് ഇന്ദിരാഗാന്ധി മെമ്മോറിയലിലേക്കാണ്. ഇവിടെ വേറെ എൻട്രി ടിക്കറ്റ്സ് ഒന്നുമില്ല. ഇവിടെ ശരിക്കും കയറി ചെല്ലുമ്പോൾ തന്നെ ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ്. ഇവിടെ ഇന്ദിരാഗാന്ധിയുടെ ഫാമിലിയുടെ ഫുൾ ഫോട്ടോസും അവരുടെ കുറേ കാര്യങ്ങൾ എല്ലാം ഡീറ്റെയിലിംഗ് ആയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ആ ഒരു ഗൺ ഷോട്ടിന്റെ ടൈമിൽ ഇന്ദിരാഗാന്ധി വെയർ ചെയ്ത സാരി, സാൻഡിൽസ്, ബാഗ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രാജീവ് ഗാന്ധിന്റെ സെപ്പറേറ്റ് വേറൊരു സെക്ഷനിലുണ്ട്. ഇത് രാജീവ് ഗാന്ധി ബോംബ് ബ്ലാസ്റ്റിന്റെ ടൈമിൽ ഇട്ടുണ്ടായിരുന്ന ഡ്രസ്സ്. പിന്നെ കോൾഗേറ്റിന്റെ ആഡ് 1969 പേപ്പറിൽ തന്നെ ഉണ്ട്. കോൾഗേറ്റ് പഴയ ബ്രാൻഡാന്ന് ഞാൻ അപ്പോഴാണ് അറിഞ്ഞത്. കുത്തബ് മിനാർ ഇന്ദിരാഗാന്ധി എയർപോർട്ടിന് നിയർ ബൈ ആയ കാരണം ലാസ്റ്റ് ഇവിടേക്കാണ് പോയത്. ഇത് 72.5 മീറ്റേഴ്സ് ബ്രിക്കിൽ ബിൽഡ് ചെയ്തിട്ടുള്ള ടവറാണ്. പക്ഷെ ഇതിനേക്കാളും വലുതാണ് താജ്മഹൽ. ഇത് സൂം ചെയ്തപ്പോൾ പാരറ്റ്സ് പോലെ തന്നെ ചെറിയ ബേർഡ്സിനെ കാണാം. പക്ഷെ ഇത് എന്താണെന്ന് അറിയണില്ല. പിന്നെ എയർപോർട്ടിന്റെ അടുത്തായതുകൊണ്ട് തന്നെ ഇതുപോലെ ഫ്ലൈറ്റ്സ് പോണത് കുറേ കാണാം. പിന്നെ ഈ കുത്തബ് മിനാറിനോട് ചേർന്നിട്ടുള്ള ചെറിയ ചെറിയ ബിൽഡിങ്സ് ഒക്കെ ഇതുപോലെ ഇൻകംപ്ലീറ്റ് ആയിട്ട് കാണാം. അതിന്റെ റീസൺ റൂളിംഗ് മാറുന്നതും പിന്നെ അതുപോലെ റൂളേഴ്സ് മരിക്കുന്നതും കൊണ്ടാണ് ഇതുപോലെ അവർ കൺസ്ട്രക്ഷൻസ് ഒക്കെ നിർത്തി വെച്ചേക്കണേ. പിന്നെ ഇതൊക്കെ വീണ്ടും റീബിൽഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ആ ഒരു ഹിസ്റ്ററിയുടെ ഭംഗി പോവും. അതും ഒരു റീസണാണ്. അങ്ങനെ ഡൽഹിയിലുള്ള കുറച്ച് പ്ലേസസ് മാത്രം കണ്ടിട്ട് ഞങ്ങൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് വീട്ടിലെത്തി. പിന്നെ എൻ്റെ ഫുൾ വീഡിയോ കാണണമെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് കണ്ടോളൂ. ബൈ.